കാശുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഇല്ലേ? ബുദ്ധിയുണ്ടോ? ബോധമുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? നടക്കാതെ പോയ സ്വപ്നങ്ങളുണ്ടോ? എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങളുടെ നടക്കുന്നുണ്ടോ? ഇല്ലേ? എന്നാൽ നമ്മൾ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ഈ നട്ടപ്പാതിരയ്ക്ക് എണീറ്റിരുന്നിട്ട് ഈ സംഭവം നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ടാരോട്ട്. വലിയ വെട്ടൊന്നുമില്ല, എന്നാലും സംഭവം പൊളിയാണെന്നാണ് പറയുന്നത്. നോക്കാം. ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഒരു തീരുമാനമാവാനും ഒരു ഐഡിയ കിട്ടാനും വേണ്ടിയിട്ട് ഇങ്ങനെ നെട്ടോട്ടം വട്ടോട്ടം ഓടുന്ന അവസ്ഥയിലാണിപ്പോൾ. ഇപ്പം ഞാൻ ദൈവങ്ങളെയും ടാരോട്ടിനെയും പിന്നെ ഈ ലോകത്തുണ്ടാവുന്ന എല്ലാ സാധനത്തിനെയും വിശ്വസിക്കാൻ റെഡിയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് അറിഞ്ഞൂടാ ഇതിപ്പോൾ നമുക്ക് മനസ്സമാധാനമാണോ തരുന്നത്, ഉള്ള കാര്യം പറയുകയാണോ എന്നൊന്നും. പിന്നെ വലിയ സെറ്റപ്പ് ഒരുക്കാനൊന്നുള്ള കഴിവൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഈ ചെറിയ സെറ്റപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എൻ്റെ ടാരോട്ട് അസിസ്റ്റൻ്റ് വന്നത് ഈ മണത്ത് അവൾ പോയിട്ടുണ്ട്. എന്ത് പറയാനാ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഈ ജീവിതത്തിലേ നിങ്ങളും ഞങ്ങളും നമ്മളും എല്ലാവരും ഈ ഒരു വൃത്തിയില്ലാത്ത ഈ വർത്തമാനം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് വലിയ ശീലമില്ലാത്ത കാര്യമാണ്. പിന്നെ യൂട്യൂബിൽ ഇരുന്നിട്ട് കാശുണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് അതിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും ഈ എന്നെപ്പോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിക്കുന്ന നമ്മൾക്കിടയിൽ എന്തെങ്കിലും ഒരു മനസ്സമാധാനം അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഇതിൽ നിന്ന് കിട്ടുകയാണെന്ന് വെച്ചാൽ നല്ലതല്ലേ? എക്സ്ട്രീംലി സയൻറ്റിഫിക് ആണോ ആർക്കറിയാം? എനിക്കറിഞ്ഞൂടാ. പിന്നെ ഞാൻ പക്കയായിട്ട് പ്രിഡിക്റ്റ് ചെയ്യൂ? എനിക്കറിഞ്ഞൂടാ. എനിക്കിത് മൊത്തത്തിലറിയോ? തീർച്ചയായും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾക്ക് ഇത് ഒന്ന് നോക്കിയിട്ട് എങ്ങനെ ആയിരിക്കും നമ്മളുടെ ഇന്നത്തെ ദിവസം എന്നൊന്ന് ചിന്തിച്ചാലോ? അറിഞ്ഞൂടാ, നോക്കാം. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ശരിയായി വരാനും അല്ലെങ്കിൽ ഒക്കെ ഒന്ന് ഒത്തുവരാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായാലോ, അതുകൊണ്ടാണ്. പിന്നെ ഈ വെട്ടവും ഈ സംഭവമൊക്കെ വേണമെങ്കിൽ ഞാൻ കുറച്ച് കാലം കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. ഇപ്പം നമ്മളെല്ലാവരും അന്ധകാരത്തിലിരിക്കുകയാണ്. നമുക്ക് നോക്കാം നമ്മളുടെ ടാരോട്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. യൂഷ്വലി പല തരത്തിലാണ് ആൾക്കാർ ഇത് എടുക്കുക, ടാരോട്ടിൻ്റെ റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് എൻ്റെ ഡ്രോയിങ് ടെക്നിക്ക് വളരെ 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 യുണീക്കാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ പരത്തി വെച്ചെടുക്കുമ്പോൾ ഞാനിങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൽ നിന്ന് എടുക്കും. അതാണ് ഇതിനകത്ത് ഏറ്റവും യുണീക്കായിട്ടുള്ള കാര്യം. ഞാൻ ഒരു ടാരോട്ട് കാർഡ് എടുത്തു. ഞാൻ രണ്ടാമത്തെ ടാരോട്ട് കാർഡ് എടുത്തു. ഇതൊന്നും കൂടി വന്നിട്ടുണ്ട്, അത് പക്ഷെ നമുക്ക് വേണ്ട, കാരണം നമ്മളിത് രണ്ടാമത്തേലും എടുക്കുന്നത്. പിന്നെ ഞാൻ മൂന്നാമത്തേതും കൂടി എടുത്തു. എൻ്റെ അസിസ്റ്റൻസ് വന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി തട്ടിയിട്ടിട്ട് ഓൾറെഡി ഉള്ള പൊട്ട സെറ്റപ്പ് ചീത്തയാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടാരോട്ട് നോക്കാം. നമ്മളുടെ ഇന്നത്തെ ദിവസം പ്രശ്നകരമാണ്. കുറേ പ്രതിസന്ധികളെ നേരിടേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ ആദ്യം നിൽക്കുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ഞാൻ സത്യമാണെന്നേ പറയുന്നു. ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. പൈസ ഇല്ല, കാര്യങ്ങളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പിടുത്തമില്ല, മൊത്തം അടി ഇടി പുക. അപ്പോൾ ചിലപ്പോൾ നമ്മളെല്ലാത്തിനും ഇത്തിരി ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇത്രയും കൂടി ചിലപ്പോൾ എക്സാജറേറ്റ് ചെയ്ത് ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കും നമ്മളെ പ്രശ്നങ്ങൾ. ചിലപ്പോൾ അതായിരിക്കാം.
നമ്മളുടെ ആൾക്കാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അവരുടെ ഇടയിലുള്ള വഴക്കുകളും പിന്നെ ജയിക്കാൻ, അതായത് ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു ബന്ധം, അത് ഏത് രൂപത്തിലും വേണമെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ അതിലെല്ലാത്തിലൂടെയും കടന്നു കൊണ്ട് പോവുമായിരിക്കും. അതാണ് ചിലപ്പോൾ നമ്മളിപ്പോഴത്തെ അവസ്ഥ. ഇനി അടുത്തത് നമ്മൾ രണ്ടാമതെടുത്ത കാർഡ് കാണിക്കുന്നത് പിന്നെയും പ്രശ്നമാണ്. അപ്പം നമ്മൾ ഏത് പ്രതിസന്ധിയിലാണോ നിൽക്കുന്നത് അത് നമ്മൾക്കിട്ട് പണി തരാനുള്ള എല്ലാ വഴികളും കാണുന്നുണ്ട്. നോക്കാം. നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാരും നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ഓർക്കാപ്പുറത്ത് ഓരോന്ന് ചെയ്യാതെ ഒന്നും രണ്ടും വട്ടം ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാൻ നമ്മൾക്ക് ശ്രമിക്കാം. അത്രേ പറ്റുള്ളൂ. കാരണം ചുറ്റും ഭയങ്കര പ്രശ്നമാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ നല്ല ഒരു സ്ഥലത്തല്ല നിൽക്കുന്നത്. നമ്മളുടെ കാര്യങ്ങൾ ഇത്തിരി പ്രശ്നകരമായിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് അവസാനമായിട്ട് ദൈവമേ, ഡെത്ത് കാർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനർത്ഥം പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും, പുതിയ തുടക്കങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇത്തിരി പ്രശ്നത്തിലാണ് വെച്ചാലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കായിരിക്കും. അതാണ് ഇന്ന് കാണുന്നത്. ഇപ്പോൾ നമ്മൾക്ക് പൊട്ടയായിട്ടുള്ള ബന്ധങ്ങളും പൊട്ടയായിട്ടുള്ള സംഭവ ബഹുലമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട് വെച്ചാലും അവസാനം എല്ലാം ഒരു പുതിയ തുടക്കത്തിലേക്ക് പോവുകയും എല്ലാം അവസാനിക്കുകയും നല്ലതായി പരിണമിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. എന്ന് കരുതി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുകയും എല്ലാവരെയും സംശയത്തിൻ്റെ നിലയിൽ നോക്കുക, അങ്ങനെയൊന്നല്ല വേണ്ടേ. പ്രശ്നങ്ങൾ ഉണ്ട്, അതിൽ നമ്മൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ അത് മാറുകയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇന്ന് ജീവിക്കുക. നാളെ നമ്മൾക്ക് കാണാം. വളരെ നന്ദിയുണ്ട്. ടാറ്റാ.